എത്ര നിസ്കരിച്ചവനും എത്ര നോമ്പെടുത്തവനും എത്രയോ ഇബാദത്തുകൾ കൊണ്ട് ജീവിതം ധന്യമാക്കിയ മഹാന്മാരും അവരെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലെ പരിഹാരമായി അവർ കണ്ടത് മഹാന്മാരോടുള്ള മഹബ്ബത്താൻ, അള്ളാഹുവിന്റെ ഔലിയാക്കളോടുള്ള മഹബ്ബത്താൻ, അമ്പിയാക്കളോടുള്ള മഹബ്ബത്താൻ. അവരെ കൊണ്ടല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കളുമായി നമുക്കൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ നമ്മളെ പരാജയപ്പെടുത്താൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. നിങ്ങൾ കണ്ടോ, മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറയുകയാണ്, മൂസാ നബിയെ, നിങ്ങൾ ഇന്നാലിന്ന നാട്ടിലേക്ക് പോകണം. അവിടെ ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുന്നുണ്ട്. അദ്ദേഹം എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു മഹാനാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടദാസനാണ്. അദ്ദേഹത്തിന്റെ ജനാസ കുളിപ്പിക്കണം, അദ്ദേഹത്തിന്റെ ജനാസ കഫൻ ചെയ്യണം, നിങ്ങൾ അദ്ദേഹത്തിന് മയ്യിത്ത് നിസ്കരിക്കണം, നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുപോയി മറവ് ചെയ്യണം. മൂസാ നബി അലൈഹിസ്സലാം പെട്ടെന്ന് തന്നെ ആ നാട്ടിലേക്ക് പോയി. ചെന്ന് നോക്കുമ്പോൾ ആളുകൾ വേസ്റ്റ് കൊണ്ടിടുന്ന ഒരു വേസ്റ്റിന്റെ തൊട്ടിയിലാണ്, കുപ്പത്തൊട്ടിയിലാണ് ആ മനുഷ്യന്റെ മയ്യിത്ത് കിടക്കുന്നത്. ജനങ്ങളെ മൂസാ നബി വിളിച്ചു, ഓ ബനൂ ഇസ്രായേല്യരെ, ഈ കിടക്കുന്നത് അല്ലാഹുവിന്റെ ഇഷ്ടദാസനായ മഹാനാണ് കേട്ടോ, അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ജനാസ നമുക്ക് മറവ് ചെയ്യണം. ജനങ്ങൾ പറഞ്ഞു, ഞങ്ങളെ കിട്ടൂല. എന്താ മൂസാ നബി നിങ്ങൾ പറയുന്നത്? ഇയാളെ ഞങ്ങളെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലായി? ഇന്ന് വരെ അയാൾ ഒരു നന്മയും ചെയ്തിട്ടില്ല, ഇന്ന് വരെ അയാൾ ഒരു ഖൈറും ഞങ്ങളെ കൂട്ടത്തിൽ ജീവിച്ചിട്ട് ചെയ്തിട്ടില്ല. നിസ്കാരമില്ല, നോമ്പില്ല, സക്കാത്തില്ല, സ്വതക്കയില്ല, മദ്യപാനം അയാൾ ഒഴിവാക്കാറില്ല, എല്ലാ തോന്നിവാസവും ചെയ്യുന്ന മനുഷ്യനാണ്. ഒരു നന്മയും അയാളെ ജീവിതത്തിലില്ല. അയാൾ വലിയ എന്ന് പറഞ്ഞാൽ, അയാൾ അള്ളാന്റെ ഇഷ്ടദാസനാന്ന് പറഞ്ഞാൽ, മൂസാ നബി വന്നിട്ട് അയാളെ മയ്യിത്ത് നിസ്കരിക്കാന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പ്രയാസമുണ്ട് തങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ തർക്കിച്ചപ്പോ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുക, പടച്ചോനെ, എന്താ പൊതു കഥ? നീ പറയുന്നു നിന്റെ ഇഷ്ടദാസനാണ് എന്നോട് മയ്യിത്ത് പറയാൻ, നാട്ടുകാർ മുഴുവനും പറയുന്നു അയാൾ ആള് മോശമാണ്, അയാളെ കൂടെ കൂടാൻ പറ്റൂല, അയാളെ മയ്യിത്ത് നിസ്കരിക്കാൻ പറ്റൂല. അപ്പോഴാണ് മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറയുന്നത്, ഓ മൂസാ നബിയെ, ശരിയാണ്, ജനങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്, അയാൾ നല്ലതൊന്നും ചെയ്തിട്ടില്ല, വളരെ മോശമായി ജീവിച്ച ഒരാളാ. പക്ഷേ അയാൾക്കൊരു ഗുണമുണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഞാൻ ഇറക്കി തന്ന തൗറാത്ത് എന്ന് പറയുന്ന കിതാബുണ്ടല്ലോ, ആ കിതാബ് അയാൾ ഇടയ്ക്കൊക്കെ വായിക്കാറുണ്ട്. ആ കിതാബ് തൗറാത്ത് ഇടയ്ക്കൊക്കെ അദ്ദേഹം വായിക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ തൗറാത്ത് വായിക്കുമ്പോ ആ തൗറാത്തിലുണ്ട്, അന്ത്യപ്രവാചകനായി ഞാൻ നിയോഗിക്കാൻ പോകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ തൗറാത്തിൽ പറയുന്നുണ്ട്. പൂർവികരായ മഹാന്മാരുടെ ഗ്രന്ഥങ്ങളിലൊക്കെയും അത് വിവരിച്ചിട്ടുണ്ട്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്. അതുകൊണ്ടല്ലേ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം എന്തിനാ വന്നത്? ഈസാ നബി അലൈഹിസ്സലാം വന്നത് ഖുർആൻ പറയുന്നു, വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, അന്ത്യനാളിൽ വരാൻ പോകുന്ന അഹമ്മദ് എന്ന് പേരുള്ള മുഹമ്മദ് നബിയെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ, മുഹമ്മദ് നബിയുടെ നബിദിനം ആഘോഷിക്കാനാണ് ഞാൻ വന്നത്. നബി തങ്ങൾ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ സന്തോഷം പ്രകടിപ്പിക്കാൻ വന്നു ഈസാ നബി അലൈഹിസ്സലാം. പരിശുദ്ധ ഖുർആൻ സൂറത്തു സഫിൽ അത് പറഞ്ഞില്ലേ? മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തൗറാത്തില് മുത്തുനബി തങ്ങളെ പറ്റി ഒരുപാട് മദ്ഹുകൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ മൂസാ നബി അലൈഹിസ്സലാം ആ തൗറാത്ത് ഇങ്ങനെ നോക്കിയപ്പോൾ അതിൽ കാണാൻ ലൈലത്തുൽ ഖദർ കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്ന ഒരു വിഭാഗം വരാനുണ്ട്. ഒരൊറ്റ രാത്രി കൊണ്ട് 85 വർഷക്കാലം ഇബാദത്തെടുത്താ കിട്ടുന്ന പുണ്യം വാങ്ങിക്കൂട്ടുന്ന ഒരു സമുദായം. അപ്പൊ മൂസ നബി പറഞ്ഞു, അല്ലാഹുമ്മ ജഅൽഹാ ഉമ്മത്തി, ആ ഭാഗ്യം എന്റെ സമുദായത്തിന് തരണം. അല്ലാഹ് പറഞ്ഞു, ഇല്ല, ഇന്നഹാ ഉമ്മത്തു അഹ്മദ, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായമാണ്. ദജ്ജാലിനെ കൊല്ലാൻ ഭാഗ്യമുള്ള ഒരു സമുദായം വരാനുണ്ട്, എന്നാ അതെനിക്ക് തരണം അല്ലാഹുവേ. ഇല്ല മൂസ,
അതും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിനാണ്. പരിശുദ്ധ ഖുർആനാകുന്ന ഒരു അക്ഷരം ഓതിയാൽ 10 ഹസനത്ത് കൂലി കിട്ടുന്ന ഖുർആൻ കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്ന ഒരു സമുദായം വരാനുണ്ട്. അല്ലാഹുമ്മ ജഅൽഹാ ഉമ്മത്തി, അതെന്റെ സമുദായമാക്കുമോ അല്ലാ? ഇല്ല നബിയേ, അത് മൂസാ നബിയുടെ സമുദായമല്ല, അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായമാണ്. ഇതൊക്കെ മുഹമ്മദ് നബിയുടെ സമുദായത്തിനാണെങ്കിൽ അല്ലാഹുമ്മ ജഅൽനി മിൻ ഉമ്മത്തിഹി, ആ മുഹമ്മദ് നബിയുടെ സമുദായത്തില്, ആ അന്ത്യപ്രവാചകന്റെ സമുദായത്തില് ഒരു മെമ്പർഷിപ്പ് എനിക്ക് തരുമോ അല്ലാ? മൂസാ നബി അലൈഹിസ്സലാം ദ്വാരക്കുകയാണ്, ഇന്നിസ്തഫൈതുക ബിരിസാലാതി വബികലാമി വഖുദ് മാ ആതൈതുക വകും മിനസ് സാകിരീൻ. തങ്ങളെ നിങ്ങളെ ഉലുൽ അസ്മുകളിൽ പെടുത്തി ആദരിച്ചില്ലേ, അതുകൊണ്ട് സന്തോഷിക്കണമെന്നുള്ള മറുപടി പറയുന്നു. ഇതൊക്കെ ഈ മുത്തുനബിയുടെ മധുഹൊക്കെ ഈ മനുഷ്യൻ ഒരു ദിവസം ഇങ്ങനെ തൗറാത്ത് നോക്കിയപ്പോ കണ്ടു. അപ്പോ ഈ മനുഷ്യനക്ക് മനസ്സിലായി, പടച്ചോനെ, കാലങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന ഒരു പ്രവാചകനെ പറ്റി മൂസാ നബി അലൈഹിസ്സലാമിന്റെ തൗറാത്തില് ഇത്രയേറെ മഹത്വങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഈ മുഹമ്മദ് നബി ഒരു സാധാരണ മനുഷ്യനല്ലല്ലോ. ഈ മുഹമ്മദ് നബി ഒരു സാധാരണ മനുഷ്യനല്ല. കണ്ടോ, മൂസാ നബിയുടെ കാലത്ത് ജീവിച്ച തെമ്മാടിയായ മനുഷ്യൻ ഒന്ന് തൗറാത്ത് തുറന്ന് മനസ്സിരുത്തി വായിച്ചപ്പോ അയാൾക്ക് മനസ്സിലായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനല്ല. ഇപ്പോഴും പരിശുദ്ധ ഖുർആന്റെ ആളുകളാന്ന് പറഞ്ഞിട്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞ് നടക്കുന്ന വിവരം കെട്ടവർ, അവരെ പോലെയുള്ള ഹതഭാഗ്യരി ലോകത്തില്ല. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ അവരെ ശർറിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, നമ്മളെ പരമ്പരകളെ കാത്തുരക്ഷിക്കട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മദഹ് ഇങ്ങനെ കണ്ടപ്പോൾ ഈ മനുഷ്യൻ എന്ത് ചെയ്തു എന്നറിയോ? ആ തൗറാത്ത് ഇങ്ങനെ ചുംബിക്കാൻ മുത്തുനബിയുടെ പേര്, ആ അഹമ്മദ് എന്ന പേരിങ്ങനെ ചുംബിച്ചു, നെറ്റിയിൽ വെച്ചു, 2 കൺപോളകളിൽ വെച്ചു, തൻ്റെ ചുണ്ടിൽ വെച്ചു. അല്ല പറയാണ്, എൻ്റെ ഹബീബിനെ ഒന്ന് കണ്ടിട്ടില്ല, എൻ്റെ ഹബീബിൻ്റെ സമുദായത്തിൽ പെട്ടിട്ടില്ല. അന്ത്യനാളിൽ വരാൻ പോകുന്ന എൻ്റെ മുഹമ്മദുർ റസൂലുള്ളാഹിയെ, ആ മഹത്വം കണ്ട് തൗറാത്ത് കണ്ടിട്ട് ബഹുമാനിച്ചൊരു മനുഷ്യനെ ഞാൻ എങ്ങനെ നരകത്തിലിടോ? ആ മനുഷ്യനെ ഞാൻ എങ്ങനെ ശിക്ഷിക്കും? എനിക്കതിന് കഴിയില്ല. ഞാൻ അതുകൊണ്ട് ആ മനുഷ്യന് മരണത്തിന്റെ തൊട്ട് മുമ്പ് തൗബ ചെയ്യാൻ അവസരം കൊടുത്തു. ആ മനുഷ്യനങ്ങ് തൗബ ചെയ്തു. തൗബ ചെയ്തിട്ടങ്ങ് മരിച്ചുപോയി. ഒരു തെറ്റുമില്ലാത്ത ഉമ്മ പ്രസവിച്ച സമയത്തുള്ള കുട്ടിയെ പോലെ പരിശുദ്ധനായ അങ്ങ് മരിച്ചപ്പോ ഞാൻ അദ്ദേഹത്തിന് വലിയ വിലായത്തിന്റെ പദവി കൊടുത്തു. ഇപ്പോഴെ കിടക്കുന്നത് മോശക്കാരനല്ല, ഇപ്പോഴാ കിടക്കുന്നത് തെമ്മാടിയുടെ ഡെഡ് ബോഡിയല്ല, അതെന്റെ ഇഷ്ടദാസനായ വലിയന്റെ പവിത്രമായ ജനാസയാ. അത് കൊണ്ടുപോയി സംസ്കരിച്ചിട്ട് ഒരു വലിയനെ സംസ്കരിച്ചതിന്റെ പുണ്യം കരസ്ഥമാക്കിക്കോ. മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാമിനോട് ഖാലിഖായ റബ്ബ് പറഞ്ഞു കൊടുത്തുവെങ്കിൽ നമുക്ക് മുമ്പ് ജീവിച്ച ബനൂ ഇസ്രായേലർ പോലും നമ്മുടെ ഹബീബിനെ സ്നേഹിച്ച് സ്വർഗം നേടിയപ്പോ, മഹാന്മാരെ സ്നേഹിച്ചുകൊണ്ട് സ്വർഗം നേടിയപ്പോ നമുക്കതിന് കഴിയാതെ പോയാൽ നമ്മളെ പോലെ ഹതഭാഗ്യർ വേറെ ആരാണ്? അതുകൊണ്ട് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം, മുത്തുനബിയുടെ മദ്ഹ് പറയണം, പാടണം. ഹുബ്ബുൻ നബി വ മദ്ഹുഹു ഖൈറുൽ അമൽ വഅസല്ലിലാഹു ബിഹി യുബല്ലിഉൽ അമൽ.